പുനലൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന അതിദാരുണമായ ഒരു സംഭവം കാണാനിടയായി. എനിക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യത്വമൊക്കെ മരവിച്ചു പോയിട്ടുണ്ട്. ഇപ്പം മനുഷ്യരൊന്നും അല്ല ഒരുപാട് ആളുകളും. ഇരുകാലി മൃഗങ്ങൾ എന്ന് പോലും പറഞ്ഞാൽ മൃഗത്തിന് ആക്ഷേപമാണ് ഇങ്ങനെയുള്ളവന്മാരെ കുറിച്ച് പറയുമ്പോൾ. പുനലൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടാണ്. അവിടെ വെട്ടിത്തീട്ട ടൗണിനോട് വളരെ അടുത്താണ്. അതായത് നമ്മുടെ പുനലൂർ നമ്മുടെ തൂക്കുപാലം ഉണ്ടല്ലോ, തൂക്കുപാലത്തിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അപ്പുറത്ത് മാറിയാണ്, വടക്കോട്ട് മാറിയാണ്, പത്തനാപുരം റൂട്ടിലാണ് ഈ വെട്ടിത്തിട്ട എന്ന് പറയുന്ന സ്ഥലം. ഈ വെട്ടിത്തിട്ടയിൽ ഒരു ഹോസ്റ്റലുണ്ടെന്ന് അത് ഞാൻ അന്വേഷിച്ചിട്ട് അവിടെ ആർക്കും അറിയാൻ വയ്യ അതിനെക്കുറിച്ച് കേട്ടോ. ലിവിങ് വാട്ടർ എന്നൊക്കെ പേര് കൊടുത്തേക്കാണ്. അവിടെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ലിവിങ് വാട്ടേഴ്സ് എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി, കൊള്ളാം, തിയോളജിയാണ് പഠിപ്പിക്കുന്നത് അവിടെ കേട്ടോ. അവിടെ ബാക്കി ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഞാൻ പറയുന്നില്ല എന്തോ തിയോളജി എന്ന്. അവിടെ അവിടെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ സഹോദരങ്ങളാണ്. അവരെ ഒരു മോഷണക്കുറ്റം ആരോപിച്ചു അവരുടെ പേരിൽ. അവരവിടെ താമസിച്ച് പഠിക്കുകയാണ്. വളരെ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ല, വളരെ ബുദ്ധിമുട്ടുള്ള വീട്ടിൽ നിന്ന് വരുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സ്ഥാപനത്തിലൊക്കെ ഇതേപോലെ പോയി പഠിക്കുന്നത്. അത് ഈ കുഞ്ഞുങ്ങളെ അവിടെ താമസിപ്പിച്ചു, പഠിപ്പിച്ചു. ഒരു വീട്ടിലോട്ട് വിളിച്ചു, അവിടുന്ന് വിളിച്ചു വരുത്തി ആ അച്ഛനെ കുട്ടികളെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ കൊണ്ടുപോകേണ്ട കാര്യം, ഇത് 500 രൂപ കണ്ട് അവിടുന്ന് കാണാതായെന്ന്. ഒരു 500 രൂപ നോട്ട് കാണാതായി. അതിന് മോഷണക്കുറ്റം ആരോപിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ അതികഠിനമായി ഉപദ്രവിച്ചു. അതായത് ശരീരമാസകരം അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ധാരാളം. 2-3 ദിവസം ഇട്ട് അടിക്കുകയാണ്. അപ്പോൾ അടിയും കൊടുത്തു, ഇഷ്ടംമാതിരി അടി കൊടുത്തു. അപ്പോൾ ഇതൊന്നും പൈസ ഒന്നും അവന്മാരെടുത്തിട്ടില്ല. അവന്മാർക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവന്മാരാ. ഒരു 13 വയസ്സ് പ്രായം കാണും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാണ് സംഭവം. 13 വയസ്സ് 12 വയസ്സ്, അതിൽ കൂടുതലൊന്നും പ്രായം കാണത്തില്ല. ഇത് എന്നതിന് ശേഷം കാലിൽ കെട്ടി തലകീഴായിട്ട് കെട്ടി തൂക്കിയിട്ടു. അതായത് ഈ ഫാനിൻ്റെ ഹൂക്കുണ്ടല്ലോ റൂഫിൽ, ആ ഹുക്കിൽ കെട്ടി തൂക്കിയിട്ട് ഒരുപാട് നേരം അങ്ങനെ ഉപദ്രവിച്ചു. അതിനുശേഷമാണ് ഈ അഴിച്ചിട്ടിട്ടാണ് ഈ തന്തയൊക്കെ വിളിച്ചത്. അപ്പോൾ അന്ന് വന്നപ്പോൾ അയാൾക്ക് അന്നേരം ഒന്നും കുഴപ്പമൊന്നും തോന്നിയില്ല. ഈ കൊച്ചുങ്ങളെ കൊണ്ട് പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് വിശദമായിട്ട് കാര്യം ചോദിച്ച് മനസ്സിലാക്കി എന്താണെന്ന്. അന്നേരം അറിയുന്നത് ഇതുപോലാണ് ചെയ്തേക്കുന്നതെന്ന്. അയാൾ കുഞ്ഞുങ്ങളുമായിട്ട് വന്നു, പുനലൂർ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇതിന് പരാതി കൊടുത്തു. പോലീസ് കുഞ്ഞുങ്ങളെ നോക്കി ആശുപത്രിയിലേക്ക് അയച്ചു. മെഡിക്കൽ റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞ ഉടനെ അവർ ഇമ്മീഡിയറ്റ്ലി അവിടെ പോയി അവിടുത്തെ ഒരു കുക്ക്, അവരുടെ പേരെന്ന് ഞാൻ പറയുന്നൊരു വാർഡനും ഉണ്ട്, യവന്മാർ 2 പേരെയും അങ്ങ് പൊക്കിയിട്ടുണ്ട് പോലീസ് കേട്ടോ. ഇത് കാരണം ഈ വാർഡനാണ് ഈ കുട്ടിയുടെ കരണത്തെ അടിക്കുന്നത്, നമ്മൾ വേറെ ഒന്നും അടിക്കത്തില്ല. മറ്റൊന്നാണ് ദേഹം മുഴുവൻ അടിച്ച് പരിക്കേൽപ്പിക്കുന്നത്. കുക്കാണ് അതിനകത്ത് വളരെ മിടുക്കൻ. അങ്ങനെ യവന്മാർ 2 പേരെയും കൂടെ എന്നിട്ട് കുഞ്ഞുങ്ങളെ കെട്ടി തൂക്കിയിട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോട്ടെ. ഇത് എൻ്റെ അഭിപ്രായം എന്താണെന്നറിയാം, യവന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും യവന്മാരെ ഇതുപോലെ കാലയിലൊന്ന് കെട്ടി തൂക്കിയിടണം തലകീഴായിട്ട്. എന്നാലേ ഇതിൻ്റെ ബത്തപ്പാട് അവന്മാർക്ക് അറിയാവുള്ളൂ, അതിൻ്റെ ഉണ്ടാകുന്ന അതികഠിനമായ വേദനയും ബുദ്ധിമുട്ടും അവരറിയുള്ളൂ. ഈ അടുത്ത സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. ഒരു അച്ഛൻ 2 കുട്ടികളെ, ഒരു 10ഉം 8ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങളെ കാലെ കെട്ടി തൂക്കിയിട്ടു. എന്തോ മോഷണക്കുറ്റം ആരോപിച്ച് ചെയ്തതാണ്. ഇത് എന്തിനാ ഈ കാലെ കെട്ടി തൂക്കിയിടുന്നതെന്ന് നമുക്കറിയില്ല. യവന്മാർ അതുപോലെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ തൂക്കിയിട്ടു. അതിലൊരു കുഞ്ഞ് രാവിലെ എന്നിട്ട് അവൻ കിടന്നുറങ്ങി. ആരും ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനൊന്നും ചെന്നിട്ട് അവൻ സമ്മതിക്കുകയല്ല. അങ്ങനെ രാവിലെ നോക്കിയപ്പോൾ അബോധാവസ്ഥയിലാണ് കുട്ടികൾ. അഴിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു കുട്ടി 10 വയസ്സുള്ള കുഞ്ഞ് മരിച്ചു. 8 വയസ്സുകാരി അതികഠിനമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലൂടെ ആശുപത്രി കഴിയായിരുന്നു. അതിനിപ്പോൾ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ സംഭവം. എന്ന് പറഞ്ഞതുപോലെ ഇത് കേരളത്തിൽ ഞാനെങ്ങും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇതേപോലെ കണ്ടത്. യവന്മാരൊന്നും മനുഷ്യരല്ല. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്. മനുഷ്യത്വം ഇവിടെ മരിച്ചുപോയി, മനുഷ്യത്വം മരവിച്ചു പോയി. കുഞ്ഞുങ്ങളോട് ഇതുപോലെ, അതായത് 12-13 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളോടാണ്
ഇത്രയും വലിയ ക്രൂരത കാണിക്കുന്നത്? 500 രൂപയുടെ ഒരു കാര്യത്തിനാണ്. 500 രൂപ അവന്മാരെ എടുത്തതല്ല, അതിന് ഒരുപാട് ഉപദ്രവിച്ചു കേട്ടോ. അതാണ് അത് സംഭവിച്ചേക്കുന്നത്. ലിവിങ് വാട്ടേഴ്സ് കൊള്ളാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ഇവിടെ പഠിപ്പിക്കുന്നത് ഇത് മാത്രമല്ല, മർദ്ദന മുറകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. 3rd ഡിഗ്രി മെത്തേഡ്സ് അതാണ് ഇവിടെ പഠിപ്പിക്കുന്നതെല്ലാം. ഇതിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇരുകാലി മൃഗങ്ങൾ എന്ന് പോലും ഇവരെ വിശേഷിപ്പിക്കാൻ നോക്കുന്നത്. കാരണം മൃഗങ്ങൾക്ക് നാണക്കേടാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് മൃഗത്തിന് ആക്ഷേപമായി പോകും. ഇവൻ്റെയൊക്കെ പേര് മൃഗം എന്ന് വരെ ചേർത്താൽ. ഇതിങ്ങനെ നടക്കുന്നവരാണ്, മനുഷ്യരല്ല ഇവനൊക്കെ. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എന്നിട്ടാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളായതുകൊണ്ടാണല്ലോ അവരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവർക്ക് ഇത് അവിടെ പഠിപ്പിക്കുന്നത്. ആ പഠിപ്പീരിൻ്റെ പുറത്താണ് ഇതെല്ലാം, ഈ ഉപദ്രവങ്ങളെല്ലാം നടക്കുന്നത്. അത് ഏത് വിധത്തിലായാലും അതിനെക്കുറിച്ച് ശരിയായ അന്വേഷണം നടത്തണം. ഇതിൽ കുറ്റക്കാരായവന്മാർക്കൊക്കെ എതിരെ നടപടിയെടുക്കണം. ഇവൻ ചെയ്തേക്കുന്ന കുറ്റം കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചതിന് ഭാരതീയ ന്യായ സംഹിത മാത്രമല്ല അതിനകത്ത് വരുന്നത്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള ഒരുപാട് ഒഫൻസുകളുണ്ട്. അത് വരും. അത് പിന്നെ ഈ പോക്സോ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒഫൻസുകളൊക്കെ വരും ഇതുപോലുള്ളത്. അതെല്ലാം യവന്മാർക്കെതിരെ, അതുപോലെ ചൈൽഡ് റൈറ്റ്സ് ആക്ട് അനുസരിച്ചുള്ളത് വരും. ഇതിനൊക്കെ എതിരെ നടപടിയെടുക്കണം. കർശനമായ ശിക്ഷണ നടപടിയെടുക്കണം. ഇവനൊക്കെ കിടക്കണം ജയിലിൽ. അതാണ് വേണ്ടത്. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളോട് ഇതുപോലെ പെരുമാറുന്നവന്മാർ 500 രൂപ എടുത്തെന്നാവട്ടെ, ആ കുട്ടി 500 രൂപ എടുത്തെന്നാവട്ടെ. അത് എടുത്തില്ല എന്ന് അവർ തീർത്ത് പറയുന്നു. എടുത്തെന്നാകട്ടെ. എടുത്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? ചെപ്പാടുണ്ടോ? കുഞ്ഞുങ്ങളോടാണ് ഈ ക്രൂരത. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ്റെ പരിരക്ഷയുള്ളതാണ്. അവരോടാണ് ഈ രീതിയിലുള്ള ക്രൂരത കാണിക്കുന്നത്. ഇവനൊന്നും മനുഷ്യരല്ല ഈ ചെയ്യുന്നവന്മാർ. ശരിയായ നടപടി വേണം. ഏതായാലും പോലീസ് സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്ത് യവന്മാർ 2 എണ്ണത്തിനെ അങ്ങ് പിടിച്ചു. ഓക്കെ, ഇല്ലായിരുന്നെങ്കിൽ ഇവനൊക്കെ മുൻകൂർ ജാമ്യം തേടി ഇപ്പം എവിടെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ ഇരുന്നേനെ. അതിൽ പെട്ടെന്ന് ഇവരെ പൊക്കിയത് കാര്യമായി, നന്നായി.